സത്യേട്ടനും എൻ്റെ അടുത്ത് പറഞ്ഞത് അതായത് ജോമാര് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്കൊരു പുസ്തകമാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഒരു പുസ്തകം ഞങ്ങളുടെ കോളനി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ മതസ്ഥരും എല്ലാ ജാതിയിലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ ദൈവങ്ങളെ പേര് പറഞ്ഞ് ഇതിനകത്ത് ഒരു അടി ഉണ്ടായിട്ടേ ഇല്ല. ആദ്യം ഒരു ദിവസം എന്നെ ഫോൺ ചെയ്ത് ചോദിക്കണ ഒരു ദിവസം രാത്രി അമ്മ നമ്മൾ എന്ത് ജാതിയാണെന്നാണ് കേൾക്കുന്നത്. ഇവരിന്ന ജാതിയാണ്, നീ ഇന്ന ജാതി, നിനക്ക് ഇവരുടെ ഒരിക്കൽ യോഗ്യത ഇല്ല എന്ന് പറഞ്ഞു. അന്നൊരു 1-ാം തീയതി ആയിരുന്നു മലയാള മാസം. ചെന്ന് കയറി അവൻ്റെ ചികിട്ടിലടിച്ചു ആശാൻ. ഇവരൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെയൊക്കെ വരും, നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വരണം, എഴുതണം, പോകണം. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. ഇവിടെ കുറേ മനുഷ്യരുണ്ടെന്നുള്ള ചിന്തയില്ല. അപ്പം അതിൽ പി സത്യൻ എന്ന് പറഞ്ഞ സത്യൻ നമ്മുടെ മാധ്യമത്തിലൊക്കെ എഴുതുന്ന സത്യേട്ടനുണ്ട്. സത്യേട്ടനും എൻ്റെ അടുത്ത് പറഞ്ഞത് അതായത് ജോമാര് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്കൊരു പുസ്തകമാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഒരു പുസ്തകം. അപ്പം എനിക്കും തോന്നിയ എഴുതണം, കാരണം എഴുതാൻ ഇഷ്ടമുള്ള ഒരാൾ. പക്ഷെ എനിക്ക് ഇത്രയും കാലത്തെ കാര്യങ്ങൾ ഒരുമിച്ച് എഴുതാൻ പെട്ടെന്ന് എനിക്ക് പറ്റൂല. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ശരിയാണ് താല്പര്യം തോന്നി. ഞാൻ ഒരു പുസ്തകം എഴുതിയാൽ കൊള്ളാം. അപ്പം എൻ്റെ മകൻ്റെ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളാണ്. അതും കുറേയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു മനസ്സിലിങ്ങനെ എഴുതി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആ പുസ്തകം എഴുതി. ആരാവാനായിരുന്നു ആഗ്രഹം? ഇത്രയും വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിരുന്ന ഒരു സമയത്ത് ആരാകാനായിരുന്നു ആഗ്രഹം? എനിക്ക് എപ്പോഴും ഇഷ്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ കോളനിക്ക് വേണ്ടി സംസാരിക്കുന്ന, ശബ്ദം ഉയർത്തി നമ്മുടെ ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന, എന്നുവെച്ചാൽ അത്രമാത്രം ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അവരെ ആരും അംഗീകരിക്കുന്നില്ല. അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു, അവർക്ക് കിട്ടേണ്ടത് ഒന്നും കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അല്ലാതെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി പലരും ഒരു ഇടത്തരം മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള കുട്ടികളോട് ചോദിച്ചാൽ പോലീസ് ആവണം, IPS ആവണം, IAS ആവണം എന്നൊക്കെ പറയില്ല. ഇല്ല, എനിക്ക് കാരണം ഇവരുടെ ശബ്ദമാവുക അത്രേ ഉള്ളൂ. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാനും അനുഭവിക്കുന്ന കോളനി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന. എന്തുകൊണ്ടാണ് 9ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നിർത്തിപ്പോകാൻ കാര്യം എന്താ? 9ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ആ കാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഇതുണ്ട്. നമ്മളൊരു 10-15 വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹം കഴിയും. കെട്ടിച്ചു വിടില്ല, വിവാഹം കഴിയും. ഇതിനകത്ത് കൂടുതലും ലവ് മാരേജ് ആണ്. ഞങ്ങൾക്ക് ജാതിയും മതങ്ങളൊന്നുമില്ല. അപ്പം ഞാനീ പറയും പോലെ ബോർഡിങ്ങിൽ പോവും, അടുത്ത ചിത്രഭൂമി പോവും, വരും. അപ്പം എനിക്ക് കൂടുതൽ കൂട്ടുകാർ ഇവിടെ നിൽക്കുന്നേക്കാണ് എനിക്കിഷ്ടം. എനിക്കും ഇങ്ങനെ ഒരു ഇതുണ്ടായി. അപ്പം ഞാനങ്ങനെ കോളനി വിട്ട് മാറി നിൽക്കേണ്ട, എനിക്കൊരു കുടുംബമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് സ്നേഹിച്ച ആളോട് ഇറങ്ങി അങ്ങ് പോയി ജീവിതം. അപ്പോഴേയും പഠനം ഡിസ്കണ്ടിന്യൂ. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഇത് പറയുമ്പോൾ തന്നെ ധനജകുമാരിക്ക് 2 മക്കളാണ്. 2 പേരും കലാകാരന്മാർ. ഈ കലാകാരന്മാര് വളരെ ഇന്നിപ്പോ ഏറെക്കുറെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. പക്ഷെ ഇവരുടെ വിദ്യാഭ്യാസവും ഇതുപോലെ മുടങ്ങിയിട്ടുണ്ട് അല്ലേ? മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരുടെ വിദ്യാഭ്യാസം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു മുടങ്ങിയ ഒരു സംഗതി ഒന്ന് ചെറിയൊരു ഇതിലൊന്ന് പറയാം. 8ാം ക്ലാസ് വരെ മോൻ, 2 പേരും +2 പാസ്സായി. അവർ ഡിഗ്രി ഡിപ്ലോമ എടുത്തതാണ്. അതിന് മുമ്പായിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂത്ത മകനെ കലാമണ്ഡലത്തിൽ വിടുന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായത്. അപ്പം കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ സ്വപ്നമാണ്. കാരണം നമുക്ക് എപ്പോഴും കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക നിലയമാണ്. അപ്പം അതിൽ നമ്മൾ കേരളത്തിൽ ജനിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടേതായ ഒരു സാംസ്കാരിക നിലയാണല്ലോ. അപ്പോൾ അതിൽ എനിക്ക് അഭിമാനിക്കാം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരു ചെണ്ട ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളി ചെണ്ട ആർട്ടിസ്റ്റ് 2006 48 മണിക്കൂർ ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചെണ്ട പൊട്ടിയ ഒരാളാണ്. അപ്പം ഗിന്നസിൽ കയറിയില്ല. അത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്. അതിൽ ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാനും കൊണ്ടെത്തിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പുള്ളിക്ക് അടിസ്ഥാനപരമായിട്ട് ചെണ്ട പഠിച്ചിട്ടില്ല. അപ്പം മോന് നന്നായിട്ടൊരു ചെണ്ട ആക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് കലാമണ്ഡലത്തിൽ മോന് അഡ്മിഷൻ വാങ്ങി കലാമണ്ഡലത്തിലാക്കിയത്. പക്ഷെ അവിടെ ചെന്നപ്പം ഈ ഞങ്ങളുടെ കോളനി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ മതസ്ഥരും എല്ലാ ജാതിയിലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ ദൈവങ്ങളെ പേര് പറഞ്ഞ് ഇതിനകത്ത് ഒരു അടി ഉണ്ടായിട്ടേ ഇല്ല. ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് അടിയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ജാതിയും ഇല്ല ഇതിനകത്ത്. എല്ലാവരും ഞങ്ങൾ മിശ്രവാദന ഇതിനകത്ത് കൂടുതലുള്ള ഒരു ജാതിയല്ല, എല്ലാവരുമായിട്ട് വിവാഹം കഴിയുന്ന ആൾക്കാരാണുള്ളത്. എൻ്റെ മകനും ആ ഒരു ലെവലിൽ വളർന്നു കുട്ടിയായതുകൊണ്ട് അവന് ഈ ജാതി ഏത്. ഇപ്പം ഞങ്ങളുടെ വീടൊക്കെ ഇങ്ങനത്തെ സൗകര്യമാണ്. ഇപ്പം ഇവിടെ ഞങ്ങളൊരു കാലെടുത്ത് വയ്ക്കുന്ന അടുത്ത വീടാണ്. ഇപ്പം ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ ഒരിക്കലും ആ വാതിൽ അടച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഓണിൽ ഏത് വീട്ടിൽ എപ്പോഴും ചെന്ന് കയറാം.
അവർക്ക് ഞങ്ങളെ വീടുകളിൽ വരാം, ഭക്ഷണം കോരി കഴിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞങ്ങൾക്ക് അത്ര ഞങ്ങൾ സഹകരണമുള്ള ഒരു കോളനിയാണ്. അപ്പോൾ അവിടെ വളർന്നൊരു കുട്ടിയാണ് ആ കുട്ടി. അവിടെ ചെന്നപ്പം ഇതെല്ലാം നേരെ തിരിച്ചാണ് അവൻ കാണുന്നത്. പക്ഷെ അവന് അവിടെ ചെല്ലുമ്പോൾ ഇവര് ഈ കേരള കലാമണ്ഡലത്തിൽ പോകുമ്പോൾ ഈ മോൻ്റെ പപ്പ 48 മണിക്കൂർ ഗിന്നസ് റെക്കോർഡ് കൊട്ടിയത് അവർക്കൊരു മനസ്സിനകത്തൊരു വിരോധം ആയിരുന്നു. അപ്പം അതുകൊണ്ട് മകനെയും കൂടെ അവിടെ അയച്ചപ്പോൾ മകനെ മാനസികമായിട്ട് അവർ ഒരുപാട് വിഷമിപ്പിക്കാൻ തുടങ്ങി. ആദ്യം ഒരു ദിവസം എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്ന ഒരു ദിവസം രാത്രി അമ്മ നമ്മളെന്ത് ജാതിയാണെന്നാണ് കേൾക്കുന്നത്. ഞാൻ പെട്ടെന്ന് ചോദിച്ച് 8ാം ക്ലാസ് വരെ മോഡൽ സ്കൂളിൽ പഠിച്ചപ്പോൾ നീ ഇന്ന് വരെ ജാതി ചോദിച്ചിട്ടില്ല, നീ പെട്ടെന്ന് എന്ത് ജാതി ചോദിച്ചു എന്നിട്ട്. അത് ഇവിടെ ക്ലാസ്സിലെ ആശാൻ എന്നെ അടുത്തിരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഓരോ ജാതി പറഞ്ഞ് ഇവരിന്ന ജാതിയാണ്, നീ ഇന്ന ജാതിയാണ്, നിനക്ക് ഇവരുടെ ഒരിക്കൽ യോഗ്യത ഇല്ലാതെന്ന് പറഞ്ഞു. എനിക്കവിടെ ഇരുന്ന് പഠിക്കാനുള്ള നമുക്കങ്ങനെ ഇവരൊന്നും ആശാന്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ഞാൻ ഈ 10 വർഷം കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലെന്ന് കലാമണ്ഡലത്തിൽ നിന്ന് ഒരാള് സംസാരിച്ചാൽ ഞങ്ങൾ ആളെ വെളിപ്പെടുത്തും. ഞങ്ങൾ 10 വർഷം കൊണ്ട് എല്ലാ മാധ്യമക്കാരുടെ അടുത്തും എല്ലാ പത്രക്കാരുടെ അടുത്തും പറയുന്നുണ്ട്. അതിൽ ഇന്ന് വരെ കലാമണ്ഡലം അത് ഏറ്റെടുത്ത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അവിടുന്ന് ഒരു റിപ്പോർട്ട് വന്നാൽ ആ സമയത്ത് ഞങ്ങൾ ആളെ പറയും. അതുവരെ ആളെ പറയില്ല. അധ്യാപകൻ അറിയാമല്ലോ, ഞങ്ങൾക്കറിയാം ആളാരെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അത് മോനെ ഇങ്ങനെ ജാതി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ നമ്മൾ ഇതൊന്നും പഠിക്കാൻ നമുക്കിവിടെ പറ്റൂലെന്നാണ് അവർ പറയണതെന്ന്. പിന്നെ അവന് മാനസികമായിട്ട് ഒരുപാട് ഉപദേശിച്ച് ഞങ്ങൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ മോൻ ഇവിടെ നിൽക്കുന്ന താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് മോനെ വിളിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞ വഴിക്ക് ഞാൻ ട്രെയിൻ ചെയ്ത് മോൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ പപ്പയുടെ ആഗ്രഹമാണ് നീ എങ്ങനെയാണ് കലാമണ്ഡലത്തിൽ പഠിക്കണം. അപ്പം നിനക്ക് കലാമണ്ഡലം നിതീഷ് എന്നൊരു പേര് കിട്ടിക്കഴിഞ്ഞാൽ നാളെ നിനക്ക് ഭാവിയിൽ ഒരുപാട് പ്രോഗ്രാം കിട്ടും, നിനക്ക് നന്നായിട്ട് ജീവിക്കാം. നമുക്ക് കയ്യിലുള്ളതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചെടുക്കണം മക്കളെ, നിങ്ങൾക്ക് കലയുണ്ട്, അത് അതിൻ്റെ എടുത്ത് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അപ്പം നല്ല അമ്മ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നമ്മൾ അവിടെ നിർത്തി പഠിപ്പിക്കൂല, എന്നെ ഒരുപാട് ഉപദ്രവിച്ച് സീനിയേഴ്സിനായിട്ട് ഉയറിട്ട് കുട്ടിയെ കെട്ടി അവനെ ഒരുപാട് അവനെ ഉപദ്രവിച്ചു. ഞാനിത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് മോനെ നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ 2-3 മാസമായല്ലോ പോയിട്ട്, ഒരു 5 മാസം കൂടെ കഴിഞ്ഞാൽ നീ അവിടുത്തെ സീനിയറാവും, 1 വർഷം കഴിഞ്ഞ് പിന്നെ നിനക്ക് എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി, 5 മാസം കൊണ്ട് ക്ഷമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞ്. രണ്ടാമത് ഞങ്ങൾ ഇവിടുന്ന് അന്നത്തെ സ്പീക്കറായിരുന്ന രാധാകൃഷ്ണ സാറ്, നമ്മുടെ ഇപ്പോഴത്തെ MP കണ്ടാണ് സാറ് നേരിട്ടാണ് കൊച്ചിനോടെ കൊണ്ടാക്കിയത്. അത് അവർക്ക് വീണ്ടും ഭയങ്കര ദേഷ്യമായി, അതിനേക്കാളും ദേഷ്യമായി. അതുകൊണ്ട് പിറ്റേന്ന് രാവിലെ അവിടെ 4 മണിക്കാണ് സാധകം തുടങ്ങുന്നത്, ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മോഡൽ സ്കൂളിലാണ് മോൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മോഡൽ സ്കൂളിൽ ഇപ്പോൾ 5 മിനിറ്റ് പോലും വേണ്ട. അവൻ ഒരു 7 മണിക്കൊക്കെ ഉറക്കം എഴുന്നേറ്റാലും കുളിച്ച് ഭക്ഷണം കഴിച്ച് 9:25 പോയാലും 9:30 മുമ്പേ ബെല്ലടിക്ക് മുമ്പേ അവന് ക്ലാസ്സിൽ കയറാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് കാര്യവും നമ്മൾ പുതുതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇവൻ 4:30 എന്നുള്ളത് 4 മണി എന്നുള്ള 4:30 ആയിപ്പോയി. അന്ന് മലയാളം മാസം 1-ാം തീയതി ആയിരുന്നു. നമ്മൾക്ക് ഈ സിറ്റി വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പോലും ഇന്നും മലയാള മാസം അറിഞ്ഞു, നമ്മളെല്ലാം ഇംഗ്ലീഷ് മാസവും നോക്കുന്നതും പറയുന്നത്. അന്നൊരു 1-ാം തീയതി ആയിരുന്നു മലയാള മാസം. ചെന്ന് കയറി അവൻ്റെ ചികിട്ടിലടിച്ചു ആശാൻ. അടിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ നിന്നെ സ്പീക്കറല്ല മന്ത്രിയല്ല ഇനി ആരെല്ലാം വിളിച്ചു പോകാൻ നിന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കൂല, നിൻ്റെ കയ്യിന് അടിച്ചോടിക്കും. അദ്ദേഹം ജോലി രാജിവെക്കേണ്ടി വന്നാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, നിന്നെ പഠിപ്പിക്കില്ല. അപ്പം അതവൻ വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ചൂളയിലല്ല ഗുണ്ടകൾ, കലാമണ്ഡലത്തിലാണ് ഗുണ്ടകൾ അല്ലേ? അതെ, അവിടെയാണ് ഗുണ്ടകൾ, യഥാർത്ഥ ഗുണ്ടകളാ. അപ്പം ഇവർ നേരെ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് കരയാണ്, സീനിയേഴ്സും ഇങ്ങനെ ഉപദ്രവിച്ച് പിന്നെ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഞങ്ങൾ 7-8 മണിക്കൂർ എടുക്കും തൃശ്ശൂർ ചെല്ലാൻ. 7-8 മണിക്കൂർ അതിന് മുമ്പായിട്ട് അവൻ ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ മക്കളെ കിട്ടുന്ന ട്രെയിനിൽ നീ കയറി വന്നു പറഞ്ഞു. അവൻ കിട്ടുന്ന ട്രെയിനിൽ വന്നു, ഇവിടെ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ TC വന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവനിന്ന് 34 വയസ്സായി. ആ 8-ാം ക്ലാസ്സുകാരൻ വന്നത് 8-ാം ക്ലാസ്സുകാരൻ അവരറിഞ്ഞിട്ടാണോ വന്നത്? ഇല്ല, അറിഞ്ഞിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, 8-ാം ക്ലാസ്സുകാരൻ ഈ വീട്ടിലെത്തിയിട്ടുണ്ടോ, അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് തിരക്കാതെ 3-ന്റെ അന്ന് അവൻ്റെ TC ആണ് വന്നത്. ഇന്നവന് 34 വയസ്സായ. അതാരോടും നിങ്ങൾ പറഞ്ഞില്ല? ആരോട് പറയാൻ? ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അന്നത്തെ സ്പീക്കറാണല്ലോ അവിടെ കൊണ്ടാക്കിയത്, അപ്പോൾ സ്പീക്കറോട് പറഞ്ഞില്ലേ? ഇല്ല, പിന്നെ ഞങ്ങളൊന്നും അറിയിച്ചില്ല സാറിനെ. പിന്നെ ഞങ്ങൾ ഒരു കാര്യം സാറിനെ അറിയിക്കാൻ പോയില്ല. കാരണം അതിൻ്റെ പുറകെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് സമൂഹം നമ്മളെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ശരിയാണെങ്കിൽ പോലും അവർ നമ്മളെ മുദ്ര കുത്തുന്ന വേറൊരു രീതിക്ക് ആയിരിക്കുന്നുള്ളത്. എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം എനിക്ക് ആവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയിച്ചു. ഈ എഴുതിയതിന് ശേഷം, പുസ്തകം പുറത്തു വന്നതിന് ശേഷം ചുറ്റുമുള്ളവരെന്താ പറഞ്ഞത്? ഇവിടെ നമ്മുടെ
നമ്മുടെ ഇതിനകത്തുള്ളവർ അകത്തുള്ളവരല്ല പുറത്തുള്ള കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എന്താ പറയുന്നത്? ഇപ്പൊ നല്ല അഭിപ്രായം, എല്ലാവർക്കും മാറ്റമുണ്ട്. കാരണം ചെങ്കൽച്ചുള്ളയെ കുറിച്ച് ഇപ്പൊ അവർക്ക് ഓരോരുത്തർ തിരക്കി വരുന്നുണ്ട്, ചെങ്കൽച്ചുള്ളയെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ ദിവസം ഇപ്പൊ കോളേജിൽ നിന്നൊക്കെ പിള്ളേർ 10-40 പിള്ളേരെ ഒരുമിച്ച് വരുന്നു ഇവിടെ കാണാനും പഠിക്കാനും. ഇപ്പൊ അവർക്ക് ആർക്കും ഭയമില്ല. കാരണം പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇവിടെ വന്നാൽ ഇവിടെ ഗുണ്ടകൾ മാത്രം ഉണ്ടാകുന്ന ഒരു ഫാക്ടറിയാണ്, ഇവിടെ മനുഷ്യരാരും ഇല്ല, ഇതുവഴി നടക്കാൻ പാടില്ല, പിടിച്ചു പറിയാണ്, മോഷണമാണ്, വ്യഭിചാരമാണ്. ഇവിടെ ഇതൊന്നും നടക്കണില്ല. ഇതൊക്കെ നടക്കണുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ സ്ഥലത്തും എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്. മനുഷ്യരായിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ്, മാലാകമാരാണ് എന്നൊന്നും നമ്മൾ പറയണില്ല. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങളുടെ ശരീരം നൊന്താൽ ഞങ്ങൾ ആരെയും അങ്ങോട്ട് അടിക്കൂല. ഒരാളെയും അങ്ങോട്ട് പോയി അടിക്കാൻ. ഇപ്പം നമ്മൾ ശരീരം നൊന്താൽ നമ്മൾ തിരിച്ചടിക്കൂലേ? അത് തിരിച്ചടിക്കുമ്പോൾ ഒരു ഗൂണ്ടയാണെന്നാണ് അവർ പറയണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പം എല്ലാവരും ഗൂണ്ടയായിരിക്കും. തിരിച്ചടിക്കുന്ന എല്ലാവരും ഗൂണ്ടയാണോ? ചുമ്മാ ഇരിക്കുന്ന ഒരാളെ അടിക്കുന്നത്. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ ആ ഒരു തിരിച്ചറിവിനെ അവരങ്ങനെയാണ് ഗൂണ്ടകൾ. സാധാരണ ഈ പുസ്തകം എഴുതി, പുസ്തകത്തിന് അംഗീകാരം കിട്ടി, അവാർഡ് കിട്ടി ഒക്കെ ചെയ്തു. പക്ഷേ എങ്കിലും ധനജകുമാരി ഈ പറഞ്ഞ പോലെ ധനുജയുടെ ജോലിയുമായിട്ട് എല്ലാ ദിവസവും പിന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? അത് എനിക്ക് എൻ്റെ ജോലിയല്ലേ ഇത്. മറ്റേ പുസ്തകം ഞാൻ എഴുതി, മറ്റുള്ളവർ അംഗീകരിച്ചു. അത് പുസ്തകം എഴുതുന്നത് എന്നെ അംഗീകരിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല, എൻ്റെ സമൂഹത്തെ അംഗീകരിച്ചു. അത് എനിക്ക് മാത്രം കിട്ടിയ ഒരു അവാർഡാന്ന് തോന്നിയാൽ മാത്രമേ എനിക്കത് തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അത് എൻ്റെ ചെങ്കൽച്ചുളയ്ക്ക് കിട്ടിയ ഒരു കാര്യമാണ്. എൻ്റെ മാത്രം ജീവിതമല്ല, ഇവിടെ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ അതിനകത്തുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്തൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും അത് വിചാരിച്ച് വീട്ടിൽ ജോലിക്ക് പോകാതിരിക്കണ്ടേ? ഈ കഥാപാത്രങ്ങളൊക്കെ എന്താ പറഞ്ഞത് പുസ്തകം എഴുതിയ സമയത്ത്? ഇതിനകത്തുള്ളവരെ കുറേ പേരെ തെറ്റിക്കാൻ പുറത്തുനിന്നുള്ള ആൾക്കാർ ശ്രമിച്ചു. അത് രാഷ്ട്രീയപരമായിട്ടായിരിക്കാം, പുറത്തുനിന്നുള്ള മനുഷ്യരും ഞാൻ പറയുന്നില്ല, മനുഷ്യരാണ് രാഷ്ട്രീയപരമായിട്ട് ആൾക്കാർ. കാരണം ഇനി ചെങ്കൽച്ചുള്ളയുടെ കാര്യം ഇനി പുസ്തകത്തിൽ കൂടെ എഴുതി നാട്ടുകാരെ മൊത്തം അറിയിക്കണോ എന്ന് പറഞ്ഞവരുണ്ട്. അതിന് ഇവിടെയുള്ള ചില ആൾക്കാരെ വ്യക്തിപരമായി അവരെ വിളിച്ച് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പുസ്തകത്തിൽ അത് ശരിയാണെന്ന് ചോദിച്ചു. പക്ഷെ അവരാരും എൻ്റെ അടുത്ത് ഇതുവരെ എൻ്റെ അടുത്ത് നേരിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അവർ മനസ്സിനകത്തൊക്കെ വിഷമം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നോട് ആരും ഇതുവരെ വന്ന് നീ അങ്ങനെ ചെയ്ത് എന്തിനെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം അവർക്ക് അതിനെല്ലാം മാറ്റം. 10 വർഷം ഇങ്ങനെ ഇതൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം.